എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസിന്റെ കാലയളവിൽ നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ വിരുദ്ധത ക്രിസ്മസ് കാലയളവിൽ കൂടി വരുന്നു എന്നതാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി നാം കണ്ടുവരുന്ന ഒരു പ്രവണത. ഞാൻ അജു വാരിക്കാട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ അല്പസമയം ഒന്ന് കേന്ദ്രീകരിക്കും. ഡിസംബർ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ, കരോൾ ഗാനങ്ങൾ, കേക്കിന്റെ മാധുര്യം, പിന്നെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വലിയൊരു സന്ദേശം അല്ലേ? എന്നാൽ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ കാര്യങ്ങൾ അങ്ങനെയാണ്. സമാധാനത്തിന്റെ ഈ കാലം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന് ഭയത്തിന്റെ കാലമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് 2023-24 ക്രിസ്മസ് കാലയളവിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചും അതിന് പിന്നിൽ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ചും ഉള്ള ഒരു സമഗ്രമായ ഒരു വിശകലനമാണ്. കണക്കുകൾ ഒരിക്കലും കള്ളം പറയാറില്ല. ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ആദ്യം നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം. വെറുതെ പറയുന്നതല്ല. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ, അതായത് UCF ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2014 ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ സംഭവങ്ങൾ 127 ആയിരുന്നു. എന്നാൽ 2024 അത് എവിടെ എത്തിയെന്നറിയാമോ? 834. അതായത് വെറും 10 വർഷത്തിനുള്ളിൽ 555% വർധനമാണ്. ഇതിനർത്ഥം ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 2 ആക്രമണ സംഭവങ്ങളെങ്കിലും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നുണ്ട് എന്നതാണ്. തെരുവിൽ നടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളുണ്ട്. ഈ കണക്കുകൾക്ക് പിന്നിൽ മനുഷ്യരുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നടന്ന ചില സംഭവങ്ങൾ മാത്രം അതിന്റെ ഭീകരത മനസ്സിലാക്കുവാൻ സാധിക്കും. ഡൽഹിയിലെ സാന്റാക്ലോസ് തൊപ്പി ധരിച്ച ഒരാള്, തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ സാന്റാക്ലോസ് തൊപ്പി ധരിച്ചതിന്റെ പേരിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തെ ബജ്റംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. നിങ്ങൾ വീട്ടിൽ പോയി ആഘോഷിക്കൂ എന്ന് പറഞ്ഞായിരുന്നു അവർ ആക്രോശിച്ചത്. ഒഡീഷയിലെ തെരുവിൽ ഉപജീവനത്തിനായി ക്രിസ്മസ് അലങ്കാരങ്ങൾ വിറ്റ പാവപ്പെട്ട ഒരു കച്ചവടക്കാരനോട് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്ത്യൻ സാധനങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടു. മധ്യപ്രദേശിൽ നടന്ന മറ്റൊരു ക്രൂരമായ സംഭവം നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതാണ്. ഒരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുത്ത കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയെ പ്രാദേശിക നേതാവായ അഞ്ജു ഭാർഗവ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചു. ഈ ജന്മത്തിൽ നീ അന്ധയാണ്, അടുത്ത ജന്മത്തിലും അന്ധയായിരിക്കുമെന്ന ക്രൂരമായ ശാപവാക്കുകളാണ് ആ പെൺകുട്ടികൾക്ക് കേൾക്കേണ്ടി വന്നത്. ഇതൊന്നും വടക്കേ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ പാലക്കാട്ട് കഴിഞ്ഞ ദിവസം നടന്നതും അതുപോലെ തന്നെയുള്ള സംഭവമാണ്. ക്രിസ്മസ് കരോളിന് പാട്ടുപാടാൻ പോയ കുട്ടികളുടെ സംഗീതോപകരണങ്ങൾ തല്ലിത്തകർത്തു. കുട്ടികളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ ഈ വിദ്വേഷം നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും എത്തി നിൽക്കുന്നു. എന്നാൽ ഈ നാണയത്തിന്റെ ഒരു മറുപുറമുണ്ട്. ഫോൾസ് ഫ്ലാഗ് തിയറിയും ആഖ്യാനങ്ങളും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. എല്ലാ ആക്രമണങ്ങൾക്കും നേരിട്ടുള്ള വർഗീയതയാണോ, അതോ ഇതിനു പിന്നിൽ നമ്മൾ കാണാത്ത ചില ഗൂഢാലോചനകളുണ്ടോ? ഗാസിയാബാദ് സംഭവം ഇവിടെ പ്രസക്തമാവുന്നു. അവിടെ പള്ളിയിൽ കയറി ബൈബിളിനെയും യേശുക്രിസ്തുവിനെയും അപമാനിച്ച അക്രമി ആരാണ്? ഒരു വശത്ത് അയാൾ ഹിന്ദുത്വ പ്രവർത്തകനായ സത്യനിഷ്ഠ ആര്യ ആണെന്ന് പറയുന്നു. എന്നാൽ മറുവശത്ത് ഇയാൾ വേഷം മാറിയ സണ്ണി ഉർ റഹ്മാൻ എന്ന വ്യക്തിയാണെന്നും ഹിന്ദു ക്രിസ്ത്യൻ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണെന്നും ശക്തമായ വാദമുണ്ട്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഇയാൾ ചോദിച്ച ചോദ്യങ്ങൾ ഇസ്ലാമിക മതപ്രവാചകന്മാർ, പ്രചാരകരുടെ ശൈലിയിലുള്ളതാണ് എന്നതാണ് ഈ സംശയത്തിന് ബലം നൽകുന്നത്. ഇതിനെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. BJP നേതാക്കൾ പറയുന്നത് ക്രിസ്ത്യാനികളെ BJPയിൽ നിന്ന് അകറ്റുവാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം വ്യാജ ആക്രമണങ്ങൾ എന്നാണ്. എന്തു തന്നെയായാലും സമുദായങ്ങൾക്കിടയിൽ സംശയം വിതയ്ക്കുന്ന ഒരു ഇൻഫർമേഷൻ വാർ ഇവിടെ നടക്കുന്നുണ്ട്. നിയമം വേട്ടക്കാരനാകുമ്പോൾ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്നത് അതാണ്, ഭരണകൂടത്തിന്റെ നിലപാടാണ്. ഉത്തർപ്രദേശ് മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് പാസ്റ്റർമാരെയും വിശ്വാസികളെയും
ജാമ്യമില്ലാ വകുപ്പുകളിൽ അറസ്റ്റ് ചെയ്യുന്നു. 2023 മാത്രം 440 പേരെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാൽ പോലും സമാധാനം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ക്രിസ്തുമത വിശ്വാസിയായി മരിച്ചാൽ അവരുടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ അടക്കുവാൻ അവർ സമ്മതിക്കുന്നില്ല. ഘർവാപ്പസി നടത്തി തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അടക്കുവാൻ സമ്മതിക്കൂ എന്ന് ശഠിക്കുന്ന നാട്ടുകൂട്ടങ്ങളാണ് അവിടെ ഉള്ളത്. നമ്മൾ എങ്ങോട്ടാണ് സുഹൃത്തുക്കളെ? ഇത് കേവലം ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമായി കാണുന്നത്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ, നമ്മുടെ മതേതരത്തിന്റെ പ്രശ്നമാണ്. ക്രിസ്മസ് ആഘോഷത്തിനു വേണ്ടിയുള്ള സാന്റാ തൊപ്പികൾ മുതൽ പ്രാർത്ഥനകൾ വരെ ഭീഷണിയുടെ നിഴലിലാണ്. ആഘോഷങ്ങളിൽ നിന്ന് അതിജീവനത്തിലേക്ക് ഈ ദൂരം കുറയ്ക്കുവാൻ, ഭയമില്ലാതെ വിശ്വസിക്കുവാനും വിശ്വസിക്കാനുള്ള അവകാശത്തിനായി നമ്മൾ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ന്യൂനപക്ഷം വേട്ടയാടുമ്പോൾ തോൽക്കുന്നത് ആ സമുദായമല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹത്തായ ആശയമാണ്. നന്ദി.